ഹായ്, വെൽക്കം ടു വോയിസ് ഓഫ് ആർത്തി കൃഷ്ണൻ. ഈ പോഡ്കാസ്റ്റിൽ എൻ്റെ കൂടെയുള്ളത് എസ് അഭിജിത്ത് ആണ്. ഹീസ് എ കോണ്ടന്റ് ക്രിയേറ്റർ. ഹായ് അഭിജിത്ത്. അഭിജിത്തിൻ്റെ ഒരു വലിയൊരു ജേർണിയാണ്. എപ്പോഴും സ്കാമുകളുടെയൊക്കെ പിന്നാലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കമ്പനീസും നടത്തുന്ന പല തട്ടിപ്പുകൾക്കും എതിരെയാണ് വീഡിയോ ചെയ്യുന്നത്. എന്തായിരുന്നു ആ ജേർണി തുടങ്ങാനുള്ള കാരണം? ജേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ നമ്മളിപ്പം ഞാൻ ആദ്യം ടെക് ബേസ്ഡ് കണ്ടന്റുകളായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ടെക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനൊരു എന്താ പറയുക ഒരു ഹോബിയായിട്ട് തുടങ്ങിയതായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അത് ഒരു 3-4 വർഷം ഒരു വീഡിയോകളൊക്കെ ചെയ്ത് പിന്നെ അതിൻ്റെ പുറകെ ഒരു ചാനലും കൂടെ തുടങ്ങണം എന്നുള്ളൊരു പ്ലാനല്ല. ഇപ്പം നമ്മളിപ്പം ടിക്ടോക്കിൻ്റെ ഒക്കെ ഒരു സമയമായിരുന്നല്ലോ. അപ്പോൾ ഷോർട്ട് വീഡിയോസിലോട്ട് അല്ലെങ്കിൽ ഒരു റീൽസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഇതേപോലെ ടെക്കൊക്കെ ഒന്ന് മടുത്ത് വന്നപ്പോഴാണ്. പിന്നെ നമ്മുടെ മെയിൻ ടോപ്പിക്ക് തന്നെ ഇതേപോലെ തട്ടിപ്പുകളും ക്രിമിനൽസും ക്രൈമുകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ക്രൈമും ക്രിമിനൽസും ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് വരുന്ന കുറേ കാര്യങ്ങളാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയ വലിയ തട്ടിപ്പുകൾ. അപ്പോൾ അതിൽ തന്നെ പലതരം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ തട്ടിപ്പുകളും കുറേ കാര്യങ്ങളൊക്കെ പറയേണ്ടിയിരിക്കുമല്ലോ. ശരിക്കും ഹൈലൈറ്റ് ഓരോ തട്ടിപ്പിന്റെ കാര്യം പറയുമ്പോഴേക്കും ഒരു ചിരി നാച്ചുറലായിട്ട് വരുന്ന ആ സമയത്ത് ഞാൻ റാൻഡംലി കണ്ടൊരു വീഡിയോ ആണ്. പക്ഷെ പിന്നീട് ഞാൻ അഭിജിത്തിനെ ക്ലിക്ക് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ ഫോളോ ചെയ്യാനൊക്കെ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും ചിന്തിക്കാത്ത പല കാര്യങ്ങളും അഭിജിത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും വിളിച്ചു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അഭിജിത്തിന്റെ സ്കാമിനെ പറ്റിയിട്ട്? അതായത് എങ്ങനെയാ ഉദ്ദേശിച്ചത്? അഭിനന്ദനങ്ങളോ ഏതെങ്കിലും വലിയ അതോറിറ്റീസോ അങ്ങനെ എന്തെങ്കിലും? അതോറിറ്റീസ് ഒന്നുമില്ല. പക്ഷെ നമുക്കിപ്പോൾ എന്താ പറയുക, അപ്പോൾ ചില ആൾക്കാർ ഏത് അതോറിറ്റി എന്തിനെക്കാട്ടിലും നല്ലത് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു അംഗീകാരം എന്നൊക്കെ അതായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? അപ്പോൾ അത് ആൾക്കാർ ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ വീഡിയോകൾ കണ്ടതിന് ശേഷമാണ് ഞാൻ ഗാംബ്ലിങ് കളിക്കാൻ നിർത്തിയത് എന്ന് പറഞ്ഞത്. സമൂഹമല്ല, ഇപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഗാംബ്ലിങ്ങിൽ ഒരുപാട് പേര് എനിക്ക് പെട്ടിരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന ആൾക്കാരുടെ ഓരോരോ വിഷമങ്ങൾ ഓരോരോ പലതരം ആൾക്കാർ കുറച്ച് കാലം മുന്നേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമായിരുന്നു ഈ ഒരു എന്താ പറയുക ഓരോരോ ഗാംബ്ലിങ്ങിൻ്റെയും റമ്മിയുടെയും അതിൻ്റെയൊക്കെ പുറകെ പോയി ജീവൻ കളഞ്ഞ ആൾക്കാർ. അപ്പോൾ അതൊരു എന്താ പറയുക, അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു മാറ്റമെങ്കിലും 1-2 ആൾക്കാർക്കോ അല്ലെങ്കിൽ ഒരു 3-4 പേർക്കെങ്കിലും ഇതിൽ നിന്നൊരു പിന്തിരിപ്പിക്കാൻ നമ്മുടെ വീഡിയോകളൊരു പ്രചോദനമാവുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഗാംബ്ലിങ്ങിൻ്റെ മാത്രമല്ല, പിന്നെ എല്ലാ തട്ടിപ്പുകളെയും പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ പിന്നെ എപ്പോഴും ആൾക്കാർക്കും ഇപ്പോൾ പല ആൾക്കാരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഓരോരോ തട്ടിപ്പുകളിലൊക്കെ പോയി ചിലപ്പോൾ പെടുന്നത് അവരുടെ അറിവില്ലായ്മ മൂലമായിരിക്കും. കാരണം ഈ പറയുന്ന ഓരോ ആൾക്കാർ അവരുടെ സുഹൃത്തുക്കളായിരിക്കും ഇതേപോലെ ഓരോരോ സംഭവങ്ങളിലൊക്കെ ചേർത്ത് വിടുന്നത്. അപ്പം ഇതിലെന്താണ് നടക്കുന്നതെന്നൊരു ചെറിയൊരു അറിവെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കും. അവയർനെസിന്റെ ഒരു പ്രശ്നം നമ്മുടെ സൊസൈറ്റിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ ഇതൊന്നും നമുക്ക് സ്കൂളിൽ പഠിപ്പിച്ചു തരുന്ന കാര്യമല്ലല്ലോ. അതെ അതെ. ഈ ബേസിക് ഫിനാൻസ് പോലും നമുക്ക് അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. പിന്നെ ആൾക്കാരെ എങ്ങനെയാണ് ചെലവനുസരിച്ച് വരുമാനം അനുസരിച്ച് ചെലവാക്കുക എന്നതിനെ ചെലവ് പോട്ടെ, ഇൻവെസ്റ്റ് ചെയ്യുക സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ അതിൽ പറയുന്ന പോലെ 50 രൂപ സേവ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കാര്യമൊന്നും നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലല്ലോ. ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ ഇത്രയും ഒരു ഗളിബിളായിട്ടുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, കുറേ കഴുകന്മാരുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിവില്ലായ്മ അതിപ്പോൾ നമ്മൾ അവയർനെസ് ഒരു മെയിൻ ഒരു ഘടകമായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. എന്താ ശരിക്കും ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ജോബ്, കരിയർ അതൊക്കെ എങ്ങനെയായിരുന്നു അഭിജിത്തിന്റെ? യൂഷ്വലി അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല, എന്നിരുന്നാലും പറയും. ഞാൻ ബിടെക് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് കുറേ കാലം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ബ്ലോഗറായിരുന്നു അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ കുറച്ച് കാലം ഞാൻ ടെക് ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് പിന്നെ ഒന്ന് കണ്ടന്റ് ക്രിയേഷനിലോട്ട് വന്നാൽ പിന്നെ ഒന്നൊരു ഫുൾ ടൈം ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. നന്നായി. എന്തായാലും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ്. ഒരു ചെറിയൊരു അവയർനെസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് വലിയൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ ഫാമിലിയിലെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? സപ്പോർട്ട് ആണല്ലോ.
സപ്പോർട്ടാണ്. ഫുൾ ടൈം കണ്ടന്റ് ക്രിയേഷൻ അതായത് ഫുൾ ടൈം കണ്ടന്റ് ക്രിയേഷൻ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്റെ കാര്യത്തിൽ കുറച്ച് എക്സ്ട്രാ പബ്ലിക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയിലെ സപ്പോർട്ട് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ. കാരണം നമ്മൾ പലതിനെ പറ്റി പറയുമ്പോൾ നിന്നെ അവരെന്തെങ്കിലും പറയുമോ, നിനക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വരുമോ, വലിയ അമ്മമാർക്കെതിരെയാണല്ലോ സംസാരിക്കുന്നത്. അത് പണ്ട് അത് തൊട്ട് നല്ല കുറച്ച് വിഷയം ഉണ്ടായിരുന്നു. വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ആൾക്കാരായിട്ട് പിന്നെ ശീലമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് ആണോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം സ്കാമിലേക്കൊക്കെ ആളുകൾ എത്തിക്കുന്നത്? അൺഎംപ്ലോയ്മെന്റ് ഒരു വിഷയം തന്നെയാണ്. പക്ഷെ ഈ ഒരു അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ക്യൂനെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു തട്ടിപ്പിന്റെ ഒരു വീഡിയോ. അപ്പോൾ അതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വളരെ കൺവിൻസിങ് ആണ്. അതായത് ആരാധന ആലോചിച്ചു, ആരാധയുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയാം, എടാ എനിക്ക് പുതിയ ജോലി കിട്ടി, ഞാനിപ്പോൾ പഞ്ചാബിലാണ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് വെറുതെ പരിചയപ്പെട്ടിട്ട് പോകും. ഇവർ എന്നിട്ട് ഒരു നമ്മൾ വേറെ എന്നിട്ട് സ്റ്റാറ്റസ് ഒക്കെ നോക്കുമ്പോൾ ഇവർ വലിയ ലക്ഷറിയസ് ലൈഫായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ഒരു നമ്മളെ വലിയ കോൺടാക്ട് ഒന്നും ഉണ്ടാവില്ല, നമ്മളെ വലിയൊരു മറ്റൊരു ആറ്റിറ്റ്യൂഡിൻ്റെ പോലെ ആയിരിക്കും അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിപ്പോൾ വലിയ ലെവലിലടാ, നീയൊക്കെ ഇവിടെ നാട്ടിലിങ്ങനെ നടന്നോ എന്നുള്ളൊരു ലെവലിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ മെല്ലെ ഒരു മാസം കഴിയുമ്പോൾ ഇങ്ങനെ വെറുതെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എടാ നല്ല ആൾക്കാരൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നുണ്ട്, വലിയ പരിപാടിയാണ്, നീ വേണമെങ്കിൽ ഒരു CV ഒക്കെ അയച്ചിട്ടോ, നമുക്ക് വേണമെങ്കിൽ നോക്കാം, കിട്ടുമെന്ന് ഉറപ്പില്ല, ഭയങ്കര പ്രശ്നമാണ് ഇവിടെ കിട്ടുക എന്നൊക്കെ പറഞ്ഞ്, കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് ആയിരിക്കും അങ്ങനെ ഇവരെ അങ്ങനെ പറയാം. ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ അത്രയും അടുത്ത ഒരു സുഹൃത്താണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തായാലും വിശ്വസിക്കില്ലേ. അതും ഇതേപോലെ ജോലിയാണെന്ന് പറയുമ്പോൾ ഏതാ കമ്പനി എന്ന് പറയുന്നില്ല, എന്ത് കമ്പനിയാന്ന് പറയുന്നില്ല, പക്ഷെ ഇവരുടെ ലൈഫൊക്കെ ഭയങ്കര ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള സാധനത്തിലേക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ വലിയൊരു ലാപ്ടോപ്പൊക്കെ തുറന്നു വെച്ചിട്ട് നമ്മളൊരു പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് നമ്മളിതൊക്കെ കാണുമ്പോൾ ഇവൻ വലിയ പണിയെടുത്ത് വലിയ പരിപാടിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വിശ്വസിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴാണ് ഇവർ നമ്മളെ നിർത്തിപ്പറ്റിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലക്ഷം 2.5 ലക്ഷം 3.5 ലക്ഷം രൂപയ്ക്കാണ് ഇവർ വാങ്ങിക്കുക. അപ്പം ഇത്രയും, അതായത് നമ്മൾ നമ്മുടെ അടുത്ത് ഈ പറയുന്ന ഇവരെയൊക്കെ വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ജോലി, കറക്റ്റ് ഒരു പക്കാ ജോലി, ഈ പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും, ഫസ്റ്റ് ഫേസ് ഇൻ്റർവ്യൂ ഉണ്ടാവും, തേർഡ് ഫേസ് ഇൻ്റർവ്യൂ, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം ഈ പറയുന്ന ഇത്രയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവർ പറയുക നമ്മളൊരു 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ ഒരു ലൈസൻസ് എടുക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ലൈസൻസ് ഒന്നുമല്ല, ഇതൊരു MLM കമ്പനിയാണ്. അവിടെ ഒരു 5 പൈസയ്ക്ക് കൊള്ളാത്ത ഒരു വാച്ചും ഒരു എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെയാണ് അവർ തരിക ഈ പറയുന്ന 1.5 ലക്ഷം രൂപയ്ക്ക്. അതായത് പക്ക MLM സ്കീമാണ്. പക്ഷെ അവർ ആ ഒരു ജോലി എന്നുള്ള പേരിലാണ് തട്ടിപ്പ് നടത്തുന്നത്. ഇതേപോലെ ജോലിയുടെ പേരിൽ തന്നെ വേറൊരു സാധനം നടക്കുന്നുണ്ട്, വർക്ക് ഫ്രം ഹോം ആണെന്ന് പറഞ്ഞിട്ട് കുറെ പലപ്പോഴും നമുക്ക് പരസ്യങ്ങളിലൊക്കെ കാണാം. വർക്ക് ഫ്രം ഹോം പരസ്യം ഈ ഒരു കുറെ ഇൻഫ്ലുവൻസേഴ്സിന്റെ പരസ്യം കണ്ടിട്ടുണ്ടോ? മറ്റേ കുറെ ഫാമിലി വ്ളോഗേഴ്സ് മറ്റേ ഒരു 30,000 ഉണ്ടാക്കി 20,000 രൂപ ഉണ്ടാക്കി മറ്റേ ഒരു ഭാര്യ ഇരുന്ന് മറ്റേ വീട്ടിലിങ്ങനെ ഇരിക്കുകയായിരിക്കും, ഭർത്താവ് മറ്റേ പുറത്തൊക്കെ പോയി പണിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് കഷ്ടപ്പാട് എന്നുള്ള പോലത്തെ കാണിക്കും. എടാ നിനക്ക് എത്ര പൈസയാവുണ്ട്? 30,000 രൂപ ഞാനിപ്പോ തരാന്ന് പറഞ്ഞിട്ട് ഭാര്യ അയച്ചു കൊടുക്കും. അപ്പോഴായിരിക്കും ഭർത്താവ് നിനക്ക് എവിടുന്നാ പൈസ, നീ എവിടുത്തെ പൈസ, അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ ഞാനൊരു മാസം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടെന്നൊക്കെ പറയും. ഇതാണ് ഒരു ഫാമിലി വ്ളോഗേഴ്സിന്റെ രീതിക്ക്. അതായത് അതായത് ഈ പറയുന്ന ഫാമിലി വ്ളോഗേഴ്സ് ഈ പറയുന്ന വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ഹൗസ് വൈഫുമാരായിട്ടുള്ള സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തിട്ട് കുറെ പരസ്യങ്ങളുണ്ട്. അതിലും ഇതേ സാധനം തന്നെ നടക്കുക. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരാൾ വിശ്വസിച്ചു. എങ്ങനെയപ്പോൾ ഈ പറയുന്ന ഇവര് മറ്റേ മാസം 30,000 രൂപ 20,000 രൂപയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അപ്പം നമുക്കും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത്. എല്ലാം ഒരു ട്രസ്റ്റിന്റെ ബേസിലാണ്. അതൊക്കെ ഈ അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു കാര്യം തന്നെ. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് തൊഴിലുണ്ടായിട്ടും അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള തൊഴിൽ അവരുടെ വിദ്യാഭ്യാസനും എഡ്യൂക്കേഷനും സംബന്ധിച്ച് കിട്ടുന്നില്ല എന്നുള്ളത്. അതിലത് അതുണ്ട്. അതിൽ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ ഇവിടെ മറ്റേ നല്ല വലിയ മറ്റേ മാനേജർ പോസ്റ്റിലുള്ള അല്ലെങ്കിൽ വലിയ ജോലി മാത്രമേ എടുക്കുള്ളൂ. പുറം നാട്ടിൽ പോയി കഴിഞ്ഞാൽ പ്ലേറ്റ് വരെ കഴുകും. അതിപ്പോ എങ്ങനെ ഇപ്പൊ പറയാ, ഇപ്പൊ പറയുന്ന പോലെ നാട്ടില് ജോലി ഇല്ല എന്നൊന്നുമല്ല, നാട്ടിലൊക്കെ ജോലിയുണ്ട്, ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു കാര്യമുണ്ട്. പറയുന്ന ഇതേ ആൾക്കാർ പുറത്തു പോയിട്ട് ഏത് ജോലി ചെയ്യും, ഗൾഫിൽ പോയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും. ഇതിൽ പറഞ്ഞു വന്നപ്പോ നമ്മുടെ ഈ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പണം വാങ്ങി
കോഴ വാങ്ങിക്കുന്നു, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളില്ലേ? അതായത് ഒരു ഇൻഡസ്ട്രി, ഒരു കമ്പനി വളർത്തിക്കൊണ്ട് പോകുന്നതിന് അത്തരം കോഴ വാങ്ങിക്കൊണ്ട്, കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഇത്തരം തട്ടിപ്പുകളിലേക്ക് പോകുന്നുണ്ടാവില്ലേ? ഇപ്പൊ ഞാൻ മുന്നേ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ അല്ല, കഴിഞ്ഞ കൊല്ലം നമ്മുടെ നാട്ടിൽ നടന്ന കേരളത്തിൽ നടന്ന ഒരു വലിയൊരു തട്ടിപ്പുണ്ടായിരുന്നു. എന്താ അതിൻ്റെ പേര്? പാതിവില തട്ടിപ്പ്. ഈ പാതിവില തട്ടിപ്പ് നടത്തിയത്, മുന്നിൽ നിന്ന് നടത്തിയത് ആരൊക്കെയാണെന്നറിയോ? ഈ നാട്ടിലത്തെ എല്ലാ രാഷ്ട്രീയക്കാരും, പാർട്ടി ഭേദമന്യേ, അതായത് LDFന്റെ ആൾക്കാർ, UDFന്റെ ആൾക്കാർ, BJPയുടെ ആൾക്കാർ, എല്ലാവരും ഇതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ എല്ലാ പാവപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ BPL രേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പുതിയ പദ്ധതി, ഗവൺമെന്റിന്റെ പദ്ധതി എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിൽ ബോർഡും പരിപാടിയൊക്കെ വെച്ചിട്ട് നടന്നത്. അതായത് ഓരോ പഞ്ചായത്തിനും പരിപാടി നടന്നു. പഞ്ചായത്തിന് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ ഹോളിലായിരിക്കും പരിപാടി എടുക്കുക. അതിൻ്റെ പങ്കെടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റും അവിടെ നാട്ടിലത്തെ പാർട്ടി പ്രസിഡന്റും പാർട്ടിക്കാരും, ഈ പറയുന്ന പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അല്ല, എല്ലാ പാർട്ടിയുടെയും ഏത് ആളാണോ അവിടുത്തെ എന്നുള്ള ആൾക്കാർ. അപ്പോൾ ഇവരൊക്കെ കൂടെ നിന്നിട്ട് നടത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാട്ടിലത്തെ പാവപ്പെട്ട സ്ത്രീകളെ അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരെ മൊത്തം നിർത്തി പറ്റിച്ചു. കുറച്ച് പേർക്ക് ഒരു പാതി വിലക്ക് എന്താണ് കുറേ സ്കൂട്ടറുകളും എന്താ പറയുക തയ്യൽ മെഷീനും കുറേ വീട്ടുപകരണങ്ങളും വാഷിംഗ് മെഷീനും ഒക്കെയാണ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ച് പേർക്ക് കൊടുത്തു. ഈ ഒരു പരിപാടി നടത്തിയെന്ന് പറഞ്ഞില്ല, ഈ പരിപാടി നടത്തിയത് ഈ പറയുന്ന നാട്ടിലെ MLA, MP, പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരൊക്കെ നിന്നിട്ടാണ് ഇത് നടത്തിയത്. ഈ നടത്തിയ പരിപാടികളിൽ ഒരു 3 പേർക്കോ 4 പേർക്കോ സ്കൂട്ടർ കൊടുത്തിട്ടുണ്ടാവും. പരിപാടി കാണാൻ വന്ന് 10, 200, 300 പേരുണ്ടാവും. ഈ 4 പേർക്ക് സ്കൂട്ടർ കൊടുത്തതുപോലെ ഈ 50% വിലക്കുറവിൽ മെഷീനൊക്കെ കിട്ടിയിട്ട്, എനിക്ക് പരിചയത്തിലുള്ളൊരു സ്ത്രീ എന്നോട് പറഞ്ഞതാണ്, 50% കിട്ടിയിട്ടുള്ള 50% പൈസ അവർ കൊടുക്കുന്നു. അത് കൊടുത്ത് 8 മാസം കഴിയുമ്പോഴാണ് ഈ 50,000 രൂപയോ 20,000 രൂപയോ നമ്മള് ബാങ്കിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് അതിന്റെ പലിശ കിട്ടില്ല. എൻ്റെ അടുത്ത് ഞാൻ ഇതേപോലെ ഇതിനെ പറ്റി കുറച്ച് അധികം റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്യണം. അപ്പോൾ ഇതിൽ ഞാൻ ഒരാളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീയാണ്, അവർ ഈ പറയുന്ന സ്കൂട്ടർ, ആക്റ്റീവ സ്കൂട്ടറിന് 1,20,000 രൂപ ഉണ്ട്. 60,000 രൂപയ്ക്ക് ഇത് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ സ്വർണം പണയം വെക്കില്ല, വിറ്റിട്ട് കയ്യിലുണ്ടായിരുന്നു സ്വർണം വിറ്റിട്ട് 60,000 രൂപ ഇവർക്ക് കൊടുത്തു. ആ സ്വർണം ഇപ്പൊ ഉണ്ടായിരുന്നു ഈ 1.5 ലക്ഷം രൂപയാണ്. ഭയങ്കര വലിയ തട്ടിപ്പാണ്. ഇങ്ങനെ ഈ ഗവൺമെന്റിന്റെ തട്ടിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ നമുക്ക് എപ്സ്റ്റീൻ ഫയൽസിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ, അതിനകത്തും ഈ പറഞ്ഞ ഒരുപാട് നമ്മൾ വിചാരിച്ചിട്ടുള്ള വലിയ നല്ല മുഖങ്ങളുടെയൊക്കെ പൊയ് മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീണിരിക്കുകയാണ്. അതേ കുറിച്ചിട്ടൊന്ന് പറയും. എപ്സ്റ്റീൻ ഫയൽസ് ഒരു സൈഡിൽ നിന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞ ഒരുപാടുണ്ട്. നമുക്കൊന്ന് ചുരുക്കി സംസാരിക്കാം. എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റി ആരത് എപ്പോഴാണ് അറിയുന്നത്? ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഏകദേശം 1 മാസമായിട്ടുള്ളൂ എപ്സ്റ്റീൻ ഫയൽസിന്റെ കാര്യങ്ങൾ പുറത്തു വന്നതിനെ കുറിച്ച് പോലും അറിയുന്നത്. ഓക്കെ. അപ്പം പലരും നമ്മുടെ നാട്ടിൽ പലരും എപ്സ്റ്റീൻ ഫയൽസ് ഇപ്പോഴാണെന്ന് അറിഞ്ഞ് ഒരു രീതിക്ക് വന്നത്. ഞാൻ കുറച്ചായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. US പൊളിറ്റിക്സും എക്സിലും ഒക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് പിന്നെയും കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. മനസ്സിലാവില്ല. മോദി ഗവൺമെന്റും ട്രംപും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിനെ കുറിച്ചിട്ടും ഇപ്പൊ ഒരുപാട് ഉയർന്നു വരുന്ന ഒരു കാര്യമാണ് ഈ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നതിന് ശേഷം. അതിനകത്ത് ഉൾപ്പെടുന്ന വ്യക്തികളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് വരുന്നുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഡൊണാൾഡ് ട്രംപ് എപ്സ്റ്റീൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഇപ്പോൾ പുതിയ ഒരു ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇതൊന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോഴും എപ്സ്റ്റീൻ ഫയൽസ് വന്നതിൽ 3 മില്യൺ ഫയൽസേ വന്നിട്ടുള്ളൂ. 3 മില്യൺ എന്ന് പറഞ്ഞാൽ 30 ലക്ഷം ഫയൽസ്. ഇനി ഒരു 3.5 മില്യൺ ഫയൽസ് പുറത്ത് വരാനുണ്ട്. ഈ പറയുന്ന 3 മില്യൺ പുറത്ത് വന്ന ഫയൽസിൽ തന്നെ ഒട്ടുമിക്കതും 70% ബ്ലാക്ക് ഔട്ട് ആണ് ആൾക്കാരുടെ പേരുകൾ. എന്നിട്ട് ഇപ്പൊ ഈ ഇടയ്ക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവിടുത്തെ US കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ നിയമസഭ പോലത്തെ US കോൺഗ്രസ് ഉണ്ട്. അവിടുത്തെ നമ്മുടെ MP-മാരെ പോലത്തെ ആൾക്കാരുണ്ട്, ഈ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത്. അവിടുത്തെ കുറച്ച് റെപ്രസെൻറ്റേറ്റീവ്സ്മാർ ഈ പറയുന്ന ഫയലുകളിൽ എന്താണുള്ളതെന്ന് തപ്പാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ അതായത് ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ അതായത് അവിടുത്തെ ജുഡീഷ്യൽ വിഭാഗമാണ്. നമ്മുടെ നാട്ടിലില്ലാത്തൊരു സെറ്റപ്പാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട്. അവരാണ് ഇതൊക്കെ റിലീസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും പേരുകളും മറിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരവിടെ പോയിട്ട് നോക്കിയിട്ട് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് 1 മില്യൺ ടൈംസ് എന്തോ വന്നിട്ടുണ്ട്, പക്ഷെ അത് പുറത്ത് വന്നിട്ടില്ല. ഇപ്പോൾ 1000 തവണ ഈ പറയുന്ന ഫയലിലുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്നത് ഇപ്പോൾ പോയി പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ നമ്മുടെ
കൊച്ചിയിലൊരു സംഭവം ഉണ്ടല്ലോ DP വേൾഡ്. DP വേൾഡ് മറ്റേ ഷിപ്പ് യാർഡിൻ്റെ ഒരു പരിപാടി, ഈ ലോജിസ്റ്റിക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന കമ്പനി. ഈ കമ്പനിയുടെ ചെയർമാൻ കഴിഞ്ഞ ദിവസം റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സുൽത്താൻ അഹമ്മദ് ബിൻ സുലൈം. ഇയാളെന്തിനാണെന്നറിയോ? അത് ഈ പറയുന്ന ഈ റെപ്രസെൻറ്റേറ്റീവ്മാരുണ്ടല്ലോ രണ്ടുപേരല്ല കുറച്ച് പേര് അവിടെ പോയിട്ട് ഒരു ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയൽസിൽ ഒരു ഫയല് ആൾക്കാർ ഒരുപാട് ചർച്ചയായിട്ടുണ്ടായിരുന്നു ഗ്ലോബലി, US-ലൊക്കെ. അതായത് ജെഫ്രി എപ്സ്റ്റീൻ ഒരാൾക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ഐ ലവ് ദ ടോർച്ചർ വീഡിയോ. ഞാൻ അതായത് എപ്സ്റ്റീൻ ആരും ഒരു ഫയൽ എന്തോ ഒരു വീഡിയോ അയച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ എപ്സ്റ്റീന് റിപ്ലൈ ചെയ്തിട്ടുണ്ട്, ഐ ലവ് ദ ടോർച്ചർ വീഡിയോ. എന്ത് ടോർച്ചർ ആയിരിക്കും ഈ പറയുന്ന ജെഫ്രി എപ്സ്റ്റീൻ എൻജോയ് ചെയ്യണമെങ്കിൽ? ഈ പറയുന്ന അപ്പോൾ ഈ മെയിൽ അയച്ചത് ആരാണെന്ന് അറിയാൻ അതൊരു വലിയൊരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇവരവിടെ പോയിട്ട് ഈ പറയുന്ന US-ലെ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ MP-മാർ എന്നുള്ളൊരു സെറ്റപ്പ്, അവർ അവിടെ പോയിട്ട് അതിൽ തോമസ് മാസി എന്ന് പറഞ്ഞ ആൾ തോമസ് മാസി റോക്കൻ അങ്ങനെ 2 പേരുണ്ട്, ഇവരാണ് അതിൻ്റെ മെയിൻ. അപ്പോൾ ഇവരവിടെ പോയിട്ട് ഈ പറയുന്ന ഈ മെയിൽ ആരാ അയച്ചത് എന്നുള്ള കാര്യം പുറത്തു വിട്ടു. അതാരയച്ചത്? സുൽത്താൻ അഹമ്മദ് ബിൻ സുലൈം. അപ്പോൾ അത് വലിയ കോൺട്രവേഴ്സി ആയിട്ട് ആളിപ്പോൾ റിസൈൻ ചെയ്തു. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേറൊരു കാര്യമുണ്ട്. ഈ പറയുന്ന DP വേൾഡ് എന്ത് കമ്പനിയാണെന്നറിയോ? ഷിപ്പിംഗ് കമ്പനി, ലോജിസ്റ്റിക്സ് കമ്പനി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നാണ്. എപ്സ്റ്റീൻ ഈ പറയുന്ന പലതരം ആൾക്കാരെ തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞു വരട്ടെ, അതായത് എപ്സ്റ്റീൻ്റെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എപ്സ്റ്റീൻ ഒരു കണ്ണിയാണെന്ന് വരെ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന ജെഫ്രി എപ്സ്റ്റീൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സെക്സ് ട്രാഫിക്കിംഗ് റിങ്ങാണ്. സെക്സ് ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ പല രാജ്യത്തു നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 800 കുട്ടികൾ കാണാണ്ട് പോയെന്നൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന്. അത് മാസം 1000-2000 നോർമൽ കണക്കെന്ന് പറയുന്നത്. ഈ പറയുന്ന കുട്ടികളൊക്കെ അവിടെ പോകുന്നതാണ്. ഈ പറയുന്ന കുട്ടികളൊക്കെ ഒരു ഇത്രയും വലിയ പിന്നീട് അതിനെക്കുറിച്ചൊരു വാർത്ത കിട്ടുന്നില്ലല്ലോ, ഈ കുട്ടികളെ കാണാതെ പോയി. അതെ ഈ ലോകത്തിൽ തന്നെ പലതരം ആൾക്കാർ, അല്ലെങ്കിൽ കുട്ടികൾ, അല്ലെങ്കിൽ ചെറിയ സ്ത്രീകൾ, അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ കാണാണ്ട് പോകുന്നുണ്ട്. ഈ പറയുന്ന സാധനം ഇത്രയും വലിയ ജെഫ്രീൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. അതായത് ജെഫ്രീൻ്റെ കോ-കോൺസ്പിറേറ്റർ എന്നാണ്, അതായത് ജെഫ്രി എപ്സ്റ്റീൻ്റെ ഒരു കൂട്ടുപ്രതി എന്നാണ് ഇപ്പൊ അവർ വിളിക്കുന്നത് ഈ സുൽത്താൻ അഹമ്മദ് ബിൻ സുലൈമിനെ. അങ്ങനെ പല അല്ലല്ല, ഞാൻ പറഞ്ഞിപ്പോഴും എത്തിയിട്ടില്ല. ഈ പറയുന്ന കൂട്ടുപ്രതിയുടെ കമ്പനി എന്താ? ലോജിസ്റ്റിക്സ് കമ്പനി. ജെഫ്രി എപ്സ്റ്റീൻ ചെയ്യുന്നത് എന്താ? സെക്സ് ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞാൽ മനുഷ്യക്കടത്ത് നടത്താൻ ഏറ്റവും എളുപ്പം ഏത് വഴിയാ? ലോജിസ്റ്റിക്സും ഷിപ്പിങ്ങും വഴി, കണ്ടെയ്നർ വഴി. കണക്ഷൻ കിട്ടിയോ? മനസ്സിലായല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ കൂടെ കൊണ്ടുപോകണമെങ്കിൽ, ആൾക്കാരെ കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? വെരിഫിക്കേഷൻ കോപ്പ് വേണം. ഈ പറയുന്ന ഒരു കണ്ടെയ്നറിനകത്ത് ഇട്ടിട്ട് കൊണ്ടുപോകണമെങ്കിൽ അറിയില്ല. ആരും അറിയും? കാരണം പോർട്ടുകളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഇതേപോലത്തെ ലോജിസ്റ്റിക്സ് കമ്പനികളല്ലേ. വലിയ കോൺസ്പിറസി അതൊക്കെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ എല്ലാ കോൺസ്പിറസിയും ശരിയാണ്. ഇത് നമുക്ക് ഒരു സിംഗിൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഒരിക്കലും തീരാത്ത വലിയൊരു. നമുക്ക് എന്താ ശരിക്കും ചെയ്യാൻ പറ്റും? ഇതിനെന്തെങ്കിലും സൊല്യൂഷനോ? നമ്മളൊരു പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സൊല്യൂഷൻസ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നു. ഇതിലിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ നമുക്കിത് വെറുതെ ചർച്ച ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതൊക്കെ നമ്മളൊക്കെ വെറും നമ്മളൊക്കെ വെറും പുഴുക്കളാണ് ഇവരുടെ ഒരു മുന്നിൽ. ഇപ്പം ഇങ്ങനൊരു പരിപാടി, അല്ലെങ്കിൽ ഇത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ പല സിനിമകളിലും ഇലുമിനാറ്റി എന്നൊക്കെ പറഞ്ഞ് പലതും കണ്ടിട്ടുണ്ട്. അതായത് ലോകത്തിനെ നിയന്ത്രിക്കുന്ന പല പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ഇവരല്ലേ അത്? അതെ. ഈ പറയുന്ന ജെഫ്രി എപ്സ്റ്റീൻ്റെ പഴയ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ കൂടെയുള്ള കുറച്ച് പേര്, ഇവരൊക്കെ ആയിട്ട് എപ്സ്റ്റീന് നല്ല കണക്ഷൻ ഉണ്ട്. ഈ ജെഫ്രി എപ്സ്റ്റീന് ഇസ്രായേലുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇസ്രായേലിലെ മുൻ പ്രധാനമന്ത്രി, മുൻ ഡിഫൻസ് മിനിസ്റ്ററും ഈ പറയുന്ന അവരുമായിട്ട് ബന്ധമുണ്ട്. ഈ പറയുന്ന മിനിസ്റ്ററിനെയൊക്കെ അനിൽ അംബാനിയുമായിട്ടും ബന്ധമുണ്ട്. ഈ പറയുന്ന നമ്മുടെ ഒരു ഹർദീപ് സിംഗ് പുരി, നമ്മുടെ ഇപ്പോഴത്തെ ഒരു മന്ത്രിയാണ്, കേന്ദ്രമന്ത്രി, പുള്ളിയായിട്ടും കുറെ മെയിലുകൾ വന്നിട്ടുണ്ട്. ഇവർ ഈ പറയുന്ന അനിൽ അംബാനിയൊക്കെ കുറെ ചർച്ച ചെയ്യുന്ന കാണുന്നത് പല നമ്മുടെ രാജ്യത്തിന്റെ പലതരം കാര്യങ്ങളും സീക്രട്സും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ഈ മറ്റേ മോദി ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ മോദി ഡയറക്റ്റായിട്ട് ഇതുവരെ കണക്ഷനായിട്ട് ഇതുവരെ വന്ന ഫയൽസൊന്നുമില്ല.
പക്ഷെ പല ഡയറക്റ്റ് കണക്ഷൻ ഇല്ലല്ലോ, മോദി ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻസ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. 127 തവണ മോദിയുടെ പേര് വന്നിട്ടുണ്ട്. ഞാൻ ഈ 127 പേജുകൾ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മോദി, പക്ഷെ അനിൽ അംബാനി ഈ പറയുന്ന ഈ ജെഫ്രി എപ്സ്റ്റീനെ പോയി കണ്ടിട്ടുണ്ട്. ജെഫ്രി എപ്സ്റ്റീൻ്റെ ഒരു മാൻഷനുണ്ട്, അവിടെ പോയിട്ടുണ്ട്. ഈ പറയുന്ന മാൻഷനിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീഡിയോ പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും എങ്ങനെ ഇപ്പൊ പറയാ. പക്ഷെ അഭിജിത്തിന്റെ ഒരു ഈ കണ്ടെത്തലുകൾ, ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഞാനിതിലൊന്നും ചെയ്തിട്ടില്ല. അതല്ല, ഞാൻ എപ്സ്റ്റീനിലൊന്നും ചെയ്യുന്നതല്ല, അല്ലാതെ സ്കാമിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ പുറത്തറിയാത്ത പല കള്ളത്തരങ്ങളെ പറ്റിയും ചതിക്കുഴികളെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അത്തരം ഒരു ഉദ്യമം പലരും പേടിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത്തരം പേടി എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പേടി ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഒരു വീഡിയോ ഇതേപോലെ ഓരോ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ ചില ത്രെട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു പാർട്ട് ഓഫ് ദി ശീലമായി എന്ന് പറയുന്നത്. മുന്നോട്ട് തന്നെ പോകാനുള്ള പ്രചോദനം നൽകുന്നത് എന്താണ്? അത് ഇപ്പോൾ നമുക്കിപ്പോൾ പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ പറയുന്ന കാരണം ഒരു ഉപകാരമാകുന്നുണ്ട്, അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ പല ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ ഒരു കാര്യമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ. ഇനി തന്നെ അല്ല, നമുക്കിപ്പോ നമ്മുടെ നാട്ടില് നല്ല ഇഷ്ടം കണ്ടന്റിന്, അല്ലെങ്കിൽ കണ്ടന്റിന് ഒരു ക്ഷാമമില്ല തട്ടിപ്പിന്റെ കാര്യത്തിൽ. മനസ്സിലായി. എന്തായാലും തട്ടിപ്പ് കൊണ്ട് ജീവിക്കാൻ പോവാണ്. അതായത് നമ്മുടെ തട്ടിപ്പിന്റെ എന്താ പറയാ, തട്ടിപ്പുകളുടെ സ്വന്തം നാട് എന്നാണ് പറയുന്നത്. ഞാൻ അന്ന് ഈ ഇടയ്ക്ക് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, തട്ടിപ്പുകളുടെ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാർ ഈ നാട് നിങ്ങളെ തട്ടിപ്പായതുകൊണ്ട് കുറെ ആൾക്കാർ നാട്ടിൽ നിന്ന് വിട്ട് അല്ലെങ്കിൽ പുറം നാട്ടിലേക്ക് പോകാൻ നോക്കുക. അപ്പൊ ഞാൻ ഈ പുറം നാട്ടിലേക്ക് പോകുന്ന ആൾക്കാരെ വരെ തട്ടിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് വലിയൊരു തമാശയാണ്. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും നേരം വാല്യുബിൾ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നതിന് വേണ്ടിയിട്ട് അഭിജിത്തിന് താങ്ക് യു. ഇനി നമുക്ക് എന്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്, അതും അഭിജിത്തായിട്ട്. ശരിക്കും പറഞ്ഞാൽ എപ്സ്റ്റീൻ ഫയൽസ് മാത്രം വെറുതെ ചർച്ച ചെയ്യാനായിട്ടുണ്ട് നമുക്ക്. അത് നമുക്ക് എപ്പോഴെങ്കിലും ഒരിക്കലും ചർച്ച ചെയ്യാം. ഇന്നിപ്പോ നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്, നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു.